സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തേക്ക് വീണ്ടും വന്നാൽ നമുക്കറിയാം കോവിഡ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കണക്കുകൾ കേരളത്തിലാണ് എന്ന് നമുക്ക് പറയാം. അതിനൊപ്പം അതിൻ്റെ പിന്നാലെ 2 കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആരോഗ്യവകുപ്പിന് ഇത് സംബന്ധിച്ച് മൗനമാണ്. കോവിഡ് സാഹചര്യവും മരണങ്ങളും സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങൾ പോലുമില്ല. കേരളത്തിൽ പ്രത്യേക കോവിഡ് കണക്കെടുപ്പും നിരീക്ഷണവും നടത്തുന്നില്ല എന്ന് നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും മൗനം കൂടി ഉണ്ടാകുന്നത്. പ്രശാന്ത് തുടരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നൽകുന്നതിന്. പ്രശാന്ത്, മുമ്പൊക്കെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം കൃത്യമായ ഒരു കണക്കെടുപ്പുണ്ടായിരുന്നു, നിരീക്ഷണം ഉണ്ടായിരുന്നു, ഇത് പൊതുജനങ്ങളെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു തരത്തിലും ഇത്ര വലിയ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഒരു തരത്തിലൊരു അറിയിപ്പും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകുന്നില്ലല്ലോ. എന്താണ് സംഭവം? രാജ്യത്ത് ആകമാനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 3395 കോവിഡ് കേസുകളാണ്. നിലവിൽ ആക്റ്റീവ് കേസുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 1336 പേരും സംസ്ഥാനത്ത് നിന്ന്, അതായത് പകുതിയിലധികം പേരും സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നുള്ള രോഗികളാണ്, അല്ലെങ്കിൽ കേരളത്തിലാണ് ഈ രോഗത്തിൻ്റെ പകുതിയിലധികം ഉള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെസ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം ഇത് കോവിഡ് അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒമിക്രോൺ വകഭേദമാണ് ഇപ്പോൾ നിലവിൽ പടർന്നു പിടിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 2 മരണവും സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നു എന്നൊരു ദൗർഭാഗ്യകരമായ വാർത്തയുമുണ്ട്. എന്തായാലും ഇത്രയും സ്ഥിതി സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും സ്വീകരിക്കുന്ന സമീപനം വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെയും നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെയുള്ളൊരു ജാഗ്രതാ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള നീക്കങ്ങളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കണക്കുകളിൽ പോലും ഒരു അവ്യക്തത തുടരുന്ന സാഹചര്യമുണ്ട്. കൃത്യമായ രീതിയിൽ ഇതിൻ്റെ കണക്കുകൾ പോലും നടത്താത്തൊരു സാഹചര്യമുള്ളത്. ഇത് നമ്മൾ ഓർക്കണം, രാജ്യത്തെ 3000 കോവിഡ് രോഗികളാണുള്ളതെങ്കിൽ അതിൽ പകുതിയിലധികവും ഇപ്പോൾ സംസ്ഥാനത്ത് നിന്നുള്ളവരാണെന്നാണ് ഏറ്റവും ജാഗ്രതയോട് കാണേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നിലവിൽ അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ ജാഗ്രതാ സാഹചര്യമോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും. നമുക്കറിയാം 2020 കാലഘട്ടത്തിൽ 2021 കാലഘട്ടത്തിലൊക്കെ എപ്രകാരമാണോ കോവിഡ് കണക്കുകൾ വലിയ തോതിൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കുമ്പോഴും നമുക്ക് ആരോഗ്യവകുപ്പ് മൗനം പാലിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.